പെട്രോളിന്റെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്കാർക്കും പരാതിയില്ല, പരിഭവമില്ല, പ്രതിഷേധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നാട് മുഴുവൻ കക്കൂസ പണിയാൻ വേണ്ടിയിട്ടാണ് ഈ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണേ എന്നുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യം ഓർക്കാണ്ട്, അതായത് പെട്രോളിന്റെ വില ഉച്ചയിലെത്തിയെന്ന കാര്യം ഓർക്കാണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ വണ്ടി കൊണ്ടുപോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ബില്ല് കിട്ടിയപ്പോൾ പണി വാളി വരെ മനസ്സിലായത്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചല്ലേ, എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, വീട്ടിൽ 3 ശൗചാലയം സ്വന്തമായിട്ടുണ്ട്, ചേട്ടൻ പണിയുമ്പോൾ 3 കുറവ് വേണതാ മതി, എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, പെട്രോൾ അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പമ്പിലും കൂടി ശൗചാലയം എന്നെ കൊണ്ട് കഴിച്ചിട്ടാണ് ആള് വിട്ടത്. അപ്പോൾ ഈ പെട്രോളിന്റെ വില സെഞ്ചുറി അടിച്ചോടുകൂടി ഞാൻ സ്വകാര്യ വാഹനത്തിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു. ഇപ്പൊ ഒന്നിൽ ബസ്, ട്രെയിൻ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു പരിപാടി ചെയ്യാൻ പോകാൻ വേണ്ടി KSRTC സ്റ്റാൻഡിൽ ഞാൻ ബസ് കാത്തുക്കായിരുന്നു. ഞാൻ ഫുൾ ടെൻഷനില്ല. എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റാ, ഇനി എൻ്റെ ബസ് വരാൻ തന്നെ കുറെ സമയം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ടെൻഷനിൽ നിൽക്കണോണ്ട് പോരാത്തിന് എല്ലാം പോരാഞ്ഞിട്ട് പെരുമഴയും നല്ല മൂത്രശങ്കയും. മൂത്രശങ്ക എവിടെ കൊണ്ടുപോയി തീർക്കുന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ചുറ്റും നോക്കിയ ഒരു സ്ഥലം കണ്ടില്ല. അപ്പൊ ഞാൻ നല്ലപോലെ ചിന്തിച്ചു, എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്നാണല്ലോ. പറഞ്ഞത് ശരിയായിരുന്നു. KSRTC സ്റ്റാൻഡിൽ നല്ലൊരു ശൗചാലയം ഉണ്ടായിരുന്നു. ഞാൻ നേരെ ഈ ശൗചാലയത്തിലേക്ക് വെച്ചടിച്ച വഴി അവിടുത്തെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, 1-ന് 1 രൂപ, 2-ന് 2 രൂപ. ചോദിച്ചു, എന്താ ചേട്ടാന്ന് ചോദിച്ചു. അല്ല, 1-നാണെങ്കിൽ 1 രൂപ, 2-നാണെങ്കിൽ 2 രൂപ എന്ന് പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, കഴിഞ്ഞ മാസം കൂടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച ആളാണ് ഞാൻ, എന്നെ അങ്ങോട്ട് കടത്തി വിടണമെന്ന് പറഞ്ഞു. അപ്പൊ പമ്പില് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ശൗചാലയത്തിലെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ആ മോൻ പമ്പില് പെട്രോൾ അടിച്ചതിന്റെ ശൗചാലയം അന്വേഷിച്ച് ഇറങ്ങിയതാണല്ലേ, ആ ശൗചാലയം നോർത്തിൽ നിന്ന് പണിത് ഇങ്ങോട്ട് വരണുള്ളൂ. ഇത് നമ്മുടെ KSRTCയുടെ സ്വന്തം ശൗചാലയം, നമുക്ക് ലാഭത്തിൽ ഓടുന്ന ഒരേ ഒരു വ്യവസായമാണ്. 1-ന് 1 രൂപ, 2-ന് 2 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പമ്പിൽ പറ്റിയ അമളിക്ക് ശേഷം ഞാൻ എവിടെ ചെന്നാലും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ 1-ന് 1 രൂപ, 2-ന് 2 രൂപ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്, ലിറ്ററിനാണോ കിലോക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, അത് അങ്ങനെയല്ല മോനെ, അത് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. ആശ്വാസം. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ വേറെ എവിടെ ചെന്നിട്ട് ചില്ലറില്ലാണ്ട് പോയാലും ഒരിക്കലും ശൗചാലയത്തിൽ ചില്ലറില്ലാണ്ട് പോരുന്നു. കാരണം ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, 147 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു, 150 രൂപ കൊടുത്തു. അപ്പൊ ആ ചേട്ടൻ പറയും ചില്ലറയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോന്ന് പറയാം. ഇതേ സമയം നമ്മൾ ഈ ഒരു ശൗചാലയത്തിൽ ചെന്നിട്ട് ഒരു 1-2 രൂപയുടെ കാര്യത്തിന് ഒരു 10 രൂപ എടുത്ത് കൊടുത്തു, ചേട്ടൻ എന്തായാലും പറയും ബാക്കിയില്ലാന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോളാം, അതിനകത്ത് ബാക്കിയുള്ള എന്താണെന്ന് നമുക്കറിയാം. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ പേഴ്സിന്റെ ഇതുവരെ തപ്പാത്ത കളങ്ങൾ തപ്പി ചില്ലറ കണ്ടുപിടിക്കും. അങ്ങനെ നോക്കിയപ്പോ എനിക്കും കിട്ടിയ ഒരു 3 രൂപ ചില്ലറ. ഈ 3 രൂപയിൽ നിന്ന് ഞാൻ 1 രൂപ കൊടുത്തിട്ട് ചേട്ടന് കൊടുത്തിട്ട് ഞാൻ ശൗചാലയത്തിലേക്കാണ് നടന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ശൗചാലയം ഞാൻ അപ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കണേ. പുറമേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ ശൗചാലയം എന്ന് പറയുന്നുണ്ടല്ലോ വളരെ ഭയങ്കര ശോകമാണ് ഇതിന്റെ അകം. അതായത് വെള്ളം തളം കെട്ടി കിടക്കുന്ന തറ, ചെളി പിടിച്ച ചുമര്, സർവോപരി സുഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായി കാണുന്ന രണ്ട് ആൾക്കാരുള്ളത്. ഒന്ന് റോമ സാമ്രാജ്യം കത്തിരിഞ്ഞ സമയത്ത് വീണ വായിച്ച രാജാവ്, 2 ശൗചാലയത്തിന്റെ പുറത്ത് കാശ് കടികരിക്കുന്ന ചേട്ടൻ. ഈ ചേട്ടന് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിനും ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റും. അപ്പൊ ഈ ശൗചാലയത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആഞ്ഞൊരു ഡീപ് ബ്രത്ത് എടുത്തു. അങ്ങനെ വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. അതായത് വെള്ളത്തിൽ നമ്മൾ ഇതിട്ടില്ലേ, കൂപ്പുത്തുന്ന പോലെ ഒരു ആഞ്ഞൊരു ശ്വാസം എടുത്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ. നടക്കുമ്പോ പെരുവരലും നീ ശരീരമൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് വേണം പോവാൻ. അപ്പോഴാണ് നിത്യജീവിതത്തിൽ യോഗ, കളരി എന്നിവ നമ്മൾ പഠിക്കണമെന്ന് പറയണതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ഈ പെരുവരലും നീ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ചുമരിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ചുമരിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഹാമനുഷ്യനിൽ നിന്ന് പരിണമിച്ച് ഫ്ലാറ്റ് മനുഷ്യനിൽ എത്തി നിൽക്കുമ്പോഴും ഒരു ചുമര് കണ്ടാൽ നമ്മളപ്പോ പടം വരയ്ക്കും. അത് ഗുഹയായാലും ശരി, ശൗചാലയായാലും ശരി. അപ്പോ സ്ത്രീ സൗന്ദര്യത്തിന്റെ വല്ലാത്ത സങ്കല്പങ്ങൾ വരച്ചു വെച്ചിട്ടുള്ള ഒരു ചുമരാണ് ഈ ശൗചാലയത്തിനുള്ളത്. ഇതിന്റെ ചോട്ടില് ഈ രൂപത്തിൻ്റെത് എന്ന് തോന്നിക്കുന്ന പേര്, ഫോൺ നമ്പർ, റൂട്ട് മാപ്പ് വരുന്നുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ശൗചാലയത്തിൽ കാര്യം സാധിക്കാൻ അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അതെന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കാര്യം സാധിക്കുമ്പോൾ നേരെ മുന്നിൽ ഇങ്ങനെ ഈ ചുമരിൽ നോക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കാം, അല്ലെങ്കിൽ താഴത്തേക്ക് നോക്കാം. ഒരു പൊടിക്ക് ലെഫ്റ്റോ റൈറ്റോ നമ്മൾ തിരിഞ്ഞാൽ അന്യന്റെ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ഇവിടെ കാര്യം സാധിച്ചുകൊണ്ടിരിക്കില്ലേ. അത് കഴിഞ്ഞ് വളരെ ഫോക്കസ്ഡ് ആയി ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് വളരെ ഫോക്കസ്ഡ് ആയി ഞാൻ കാര്യം സാധിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ 1-2 മിനിറ്റില് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറന്നു. ഞാൻ പ്രോഗ്രാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് മറന്നു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റ് ആയി എന്നുള്ളത് മറന്നു. എല്ലാ കാര്യം സത്യത്തിലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. സത്യത്തിൽ ഇതൊരു മെഡിറ്റേഷൻ തന്നെയാണ്. അതായത് നമ്മൾ കയറുമ്പോൾ ഒരു ഡീപ് ബ്രത്ത്, പിന്നെ ഒരു യോഗ, പിന്നെ ഫോക്കസ്. അപ്പോ ആ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ശൗചാലയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, ഈ KSRTC സ്റ്റാൻഡിൽ ഒരു ചേട്ടനും ചേച്ചും പൂരലമ്പ്
ചേട്ടൻ ഫുൾ റോങ് ആയിക്കൊണ്ടിരിക്കുന്ന ചേച്ചീനെ കൈവയ്ക്കുന്ന ഒരു ലെവലിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് സംഘർഷാവസ്ഥ ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം ചേട്ടൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്റെ പോക്കറ്റിലുള്ളതിൽ ബാക്കി ഒരു എടുത്താൽ ചേട്ടന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ വേഗം ശൗചാലയത്തിൽ ഒന്ന് കാര്യം സാധിച്ചിട്ട് ഇറങ്ങി വന്നാൽ എല്ലാ പ്രശ്നം പരിഹരിക്കാം.